പക്ഷേ നമസ്കാരം. നമസ്കാരം. നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ദുഷ്ടശക്തികൾ നിരന്തരമായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവർ ഈ സ്ഥാനത്ത് പ്ലേസ് ചെയ്യുന്നത് വെറുപ്പാണ്. വെറുപ്പിനെ പ്ലേസ് ചെയ്തുകൊണ്ട് എങ്ങനെ മതസൗഹാർദ്ദത്തെ തകർത്ത് മുച്ചൂടും തകർത്ത് കളയാം, എങ്ങനെ അവരുടെ താല്പര്യങ്ങൾ ഈ സ്ഥലത്ത് സ്ഥാപിക്കാം എന്നാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മാത്രമല്ല, വിദേശത്തുള്ള വിദേശ കമ്പനികൾക്കടക്കം പല താല്പര്യങ്ങളുണ്ട് ഈ കാര്യത്തിൽ, മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. തിരുവനന്തപുരത്തിലുള്ള ഒരു ഹൈക്കോടതി വിധി ഇന്നലെ വന്നിട്ടുണ്ട് അല്ലേ? ഹൈക്കോടതി വിധി ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുവനന്തപുരത്തുള്ള ഫ്രണ്ട്സ് നഗർ അട്ടക്കുളങ്ങര അവിടെ ഒരു സർവേ നടന്നിരിക്കുകയാണ്. ഏതാനും ക്വസ്റ്റ്യൻസുമായിട്ട് ഒരു സർവേ നടത്തിയിരിക്കുകയാണ്. ഒരു US കമ്പനിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അവർക്ക് അറിയേണ്ടത്, നമ്മുടെ ഗവൺമെന്റ് അറിഞ്ഞിട്ടില്ല, ഇന്ത്യ ഗവൺമെന്റോ കേരള ഗവൺമെന്റോ അറിഞ്ഞിട്ടില്ല. അവർക്ക് അറിയേണ്ടത് മുസ്ലിം ജീവിതം നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ ഈ നാട്ടിൽ? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ. മുസ്ലിങ്ങൾ എന്തെങ്കിലും വിധത്തിൽ പ്രശ്നക്കാരാണോ തുടങ്ങിയ കാര്യങ്ങളാണ്. ഇപ്പോൾ ഹൈക്കോടതി ഈ കാര്യം രൂക്ഷമായിട്ടുള്ളൊരു വിമർശനം ഈ കാര്യത്തിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി പറയുന്നത് ഒരു വിദേശ ഏജൻസികൾക്കും ഇത്തരം സർവേയുമായിട്ട് നമ്മുടെ നാട്ടിൽ ഇറങ്ങാൻ വേണ്ടി സാധിക്കില്ല, ഇത് ശരിയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണനോ അല്ലേ? ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ്റെ വിധിയെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇത് വലിയ കൺസേൺ ഉണ്ട്, വലിയ ഉത്കണ്ഠ ഉയർത്തേണ്ട ഒരു കണ്ടെത്തലാണ്, ഹൈക്കോടതിയുടെ വിധിയാണ്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയും മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുകയും അതുവഴി രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനോ അപകടം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ശക്തികളെ തേടി നമ്മുടെ ദേശീയ സുരക്ഷാ ഏജൻസികളൊക്കെ രാജ്യത്തിനകത്താണ് പരതിക്കൊണ്ട്, തീർച്ചയായിട്ടും അകത്തുണ്ട് ഇത്തരം പക്ഷേ രാജ്യത്തിനകത്തും വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന എല്ലാതരം പ്രസ്ഥാനങ്ങളുടെയും പിന്നിൽ അവർക്ക് പണമായും സഹായമായും ഒക്കെ പലതരത്തിലും വൈദേശിക സഹായങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് ഇപ്പോൾ ഇത് ഉയർത്തുന്ന ഒരു വലിയ ഉത്കണ്ഠ എന്താണ്, നേരിട്ട് അമേരിക്കൻ ഏജൻസി വന്ന് ഒരു ഇന്ത്യൻ ഏജൻസിയുടെ സഹായത്തോടെ അല്ലേ, TNS ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, അതെ, ഒരു സ്വകാര്യ കമ്പനി, അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു സ്വകാര്യ കമ്പനി വന്നിട്ട് നമ്മുടെ നാട്ടിൽ, അതും തിരുവനന്തപുരത്ത്, നമ്മുടെ തലസ്ഥാന നഗരിയോട് ചേർന്ന് കിടക്കുന്ന അട്ടക്കുളങ്ങര പ്രദേശത്ത് സർവേ നടത്തുക. എന്തിനാണ് അത് തിരുവനന്തപുരത്ത് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ വേറൊരു സംശയം. അതും ആവാം, തിരുവനന്തപുരത്ത് തന്നെ, അത് എല്ലാം സംശയാസ്പദമാണ്. വേറൊന്ന് ചോദ്യാവലി കണ്ടില്ലേ അല്ലേ? ഈ നമ്മുടെ കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തിനും അതേപോലെ കേരളത്തിലെ മറ്റ് ചില ഭൂപ്രദേശങ്ങൾക്കും ഒരു കമ്മ്യൂണൽ സ്വഭാവമുണ്ട്. ആണ് എൻ്റെ ഒരു മനസ്സിലാക്കലേ, ഒരു അനുഭവ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കൽ. ശരിയാണ്. ഞാൻ മലബാറിൽ നിന്ന് വരുന്ന ഒരാളെന്ന നിലയിൽ ഈ സ്ഥലങ്ങൾക്കൊക്കെ ഒരു കമ്മ്യൂണൽ മനസ്സുണ്ട് അവർക്ക്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. തെക്കോട്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ തെക്കോട്ട് പോകുന്നു തീരദേശങ്ങൾ, പൊതുവെ തീരദേശങ്ങളിലുണ്ട്, പക്ഷേ തെക്കോട്ടുള്ള തീരദേശങ്ങൾ കൂടുതലാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ തീരദേശങ്ങളിലാണ് പൂന്തുറ കലാപം ഉണ്ടായത്, അവിടെയാണ് വിഴിഞ്ഞം കലാപം ഉണ്ടായത്. അങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ട്. കുറച്ചുകൂടി വടക്കോട്ട് വരുമ്പോൾ കൊച്ചിയുടെ തീരദേശത്താണ് മട്ടാഞ്ചേരി കലാപം ഉണ്ടായത്. ഇങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ മലബാറിൽ താരതമ്യേന കുറവാണെങ്കിലും ഈ കുറച്ച് വളരെ പെട്ടെന്ന് സെൻസിറ്റീവ് ആവുന്ന ഏരിയകളാണ് ഞങ്ങളെ മലപ്പുറത്തിൻ്റെ താനൂര്, പൊന്നാനിയൊക്കെ പലപ്പോഴും. പക്ഷേ അതുപോലും ഇത്ര രൂക്ഷമാവാറില്ല. അപ്പം അങ്ങനെ അത്തരം പ്രദേശങ്ങളിൽ പോയിട്ട് മനുഷ്യർക്ക് നേരെ ചോദ്യങ്ങൾ ഉയർത്തിയിട്ട്, ആൾറെഡി സെൻസിറ്റീവായ പ്രദേശങ്ങളായിരിക്കാം, അവരെ കൂടുതൽ, ആ മനസ്സുകളെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കുന്ന മട്ടിൽ മനുഷ്യരെ തമ്മിൽ കൂടുതൽ. ഇതിലുള്ള ഈ സർവേയിലുള്ള ഒരു ചോദ്യം ഞാൻ വായിക്കാം. ഹൗ മച്ച് ഓഫ് എ റോൾ ഡു യു തിങ്ക് ഇസ്ലാം പ്ലേസ് ഇൻ ദ പൊളിറ്റിക്കൽ ലൈഫ് ഓഫ് ഇന്ത്യ? എ വെരി ലാർജ് റോൾ, എ ഫെയർലി ലാർജ് റോൾ, എ ഫെയർലി സ്മോൾ റോൾ, ഓർ എ വെരി സ്മോൾ റോൾ? വളരെ ചെറിയ ചോദ്യമല്ല അത്. എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇസ്ലാം എന്തുമാത്രം സ്വാധീനിക്കും, അത്ര വലിയ പ്രാധാന്യം അതിന് നിങ്ങൾ കൽപ്പിക്കുന്നുണ്ടോ? അത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു കൺസേൺ. അത് അറിയാൻ സർവേ നടത്തേണ്ട കാര്യം എന്താണ് ഇവർക്ക്? അതാത് തെരഞ്ഞെടുപ്പുകളുടെ കണക്ക് നോക്കിയിട്ടും നമ്മുടെ ജനസംഖ്യയുമായിട്ട് വെച്ച് നോക്കിയാൽ അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിന് സർവേ നടത്താൻ ഏജൻസി വരിക, അതിന് പിന്നിൽ വലിയ പണം ചെലവിടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത്തരം ചോദ്യങ്ങൾ എടുത്ത് നോക്കുക, ആ സാമ്പിൾ ചോദ്യങ്ങൾ. അതെ, ഇഫ് ദ റെസ്പോണ്ടന്റ് ഈസ് എ ഫീമെയിൽ, ഈസ് ഷീ വെയറിംഗ് ദ ഹിജബ്?
ബ്രാക്കറ്റിൽ ഹെഡ് കവറിങ് ഓർ നിക്കാബ്, ഫുൾ ബോഡി കവറിങ്. ഒരു മുസ്ലിമിനെ കണ്ടാൽ, പ്രത്യേകിച്ച് ഒരു മുസ്ലിം സ്ത്രീയെ കണ്ടാൽ ചോദിക്കുന്ന ചോദ്യമാണ്, സർവേയിൽ ഇപ്പം ചോദ്യം, മുസ്ലിം സ്ത്രീയാണെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങൾ ഹിജാബ് ധരിക്കുന്നുണ്ടോ? ഹിജാബ് എന്ന് വെച്ചാൽ തട്ടമിടുന്നുണ്ടോ എന്നാ. വേറൊന്ന് നിങ്ങൾ നിക്കാബ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ശരീരം മുഴുവൻ കണ്ണുൾപ്പെടെ മൂടുന്ന തരത്തിലുള്ള, മുഖം മറക്കുന്ന തരത്തിലുള്ള ഇടപാടിനാണ്, മുഴുവൻ ശരീരം മുഴുവൻ മൂടുന്നതിനാണ് നിക്കാബ് എന്ന് പറയുക. നിങ്ങൾ ഹിജാബ് ധരിക്കുന്നുണ്ടോ, നിക്കാബ് ധരിക്കുന്നുണ്ടോ? ഇത് ആവശ്യമുണ്ടോ എന്നല്ല ചോദ്യം. അപ്പൊ ഇത്തരത്തിലേക്ക് മനുഷ്യന്റെ ഈ പറയുന്ന മതവ്യക്തിത്വം ആളിക്കത്തിക്കുന്ന തരത്തിലുള്ള സർവേ ആണ് ഇത് നടത്തുന്നത്. അതും ഒരു വിദേശ രാജ്യം അതിന്റെ താല്പര്യങ്ങൾ നടപ്പാക്കുകയാണ്. ഈ നേരത്തെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിന്റെ കൂടെ. ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. എന്താ അത്? ഒരു ക്വസ്റ്റ്യൻ അല്ല, അതിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. വാട്ട് പോസസ് ദ സെക്കൻഡ് ഗ്രേറ്റസ്റ്റ് ത്രെറ്റ് ടു ഇസ്ലാം ടുഡേ? അതാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിന് ഇക്കാലത്ത്, നമ്മുടെ കാലത്തെ ഇസ്ലാം നേരിടുന്ന രണ്ടാം ത്രെറ്റ് ഏതാണ്? ആ രണ്ടാമത്തെ ഭീഷണി ഏതാണ്? അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നാമത്തെ ഭീഷണി, രണ്ടാമത്തെ ഭീഷണി എന്ന് പറഞ്ഞ് പട്ടികപ്പെടുത്തുന്നതിൻ്റെ താല്പര്യം എന്തായിരിക്കും? അത് ലോകതലത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇതൊരു കാലഘട്ടത്തിൽ ബിൻ ലാദനെ പോലുള്ളവരുടെ പട്ടികയിലുണ്ടായിരുന്നു. ഒന്നാം ഭീഷണി അമേരിക്കയും ഇസ്രായേൽ അച്ചുതണ്ടാണ്, ഒന്നാം ഭീഷണി. രണ്ടാം ഭീഷണി ഇന്ത്യയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കേണ്ടതാണത്. ഇനി വേറൊന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ ബിൻ ലാദനെ ഒരു ശക്തിയാക്കി, ഒരു തീവ്രവാദ പ്രസ്ഥാനമാക്കി, പരിശീലനം കൊടുത്ത്, ആയുധം കൊടുത്ത് പറഞ്ഞു വിട്ടതാരാ? അമേരിക്കയാണ്. എന്തായിരുന്നു ആദ്യത്തെ താല്പര്യം? ഒന്നാമത്തെ താല്പര്യം, ഇവർ അഫ്ഗാനിസ്ഥാനിൽ പോയി ക്യാമ്പ് ചെയ്ത് അവിടുത്തെ താലിബാനുമായി യോജിച്ച്, തൊട്ടപ്പുറത്തെ അന്നത്തെ അമേരിക്കയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ശത്രുവാണ് സോവിയറ്റ് യൂണിയൻ, അതിനെ തകർക്കലായിരുന്നു ലക്ഷ്യം. അത് തകർത്ത് കഴിഞ്ഞപ്പോൾ ഇവരുടെ അജണ്ട മാറി. ഇവർ തന്നെ തൊടുത്തുവിട്ട ആയുധം തിരിച്ചു വന്നു. അപ്പോൾ ബിൻ ലാദൻ്റെ അജണ്ട മാറി. രണ്ടാമത്തെ, ഇപ്പോൾ അന്ന് ഒന്ന് സോവിയറ്റ് യൂണിയൻ ആയിരുന്നെങ്കിൽ രണ്ടാമത് ഇവർക്ക് അമേരിക്കയാണ്. ആ അമേരിക്ക ആലോചിച്ച് നോക്കൂ. അന്ന് രണ്ടാമത്തെ ഒരു കാര്യം ഇതിൽ ഓർത്തിരിക്കേണ്ടത്, ഈ ചോദ്യത്തിന് എന്തെല്ലാം തരത്തിൽ ആളുകളിൽ നിന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ചോദ്യം വളരെ സിമ്പിളാണ്, സ്ട്രെയിറ്റ് ആണ്. ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും എന്തൊക്കെ? ആഗോളതലത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ ആരൊക്കെ വരാം? ആഗോളതലത്തിൽ ഇസ്ലാമോഫോബിക എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ശത്രു അമേരിക്കയാണെന്ന് പറയുമോ ഇല്ലയോ? അവർക്ക് അറിയേണ്ട അതാണ്. അത് പറഞ്ഞാൽ പോലും രണ്ടാമത്തെ ശത്രുവിനെ കുറിച്ച് പറയാൻ അവസരം കൊടുക്കുകയാണ്. രണ്ടാമത്തെ ശത്രു ആരായിരിക്കും? ഇന്ത്യ ഭരിക്കുന്ന ഹിന്ദുത്വ സർക്കാരാണെന്ന് പറയുമോ? ഇതൊക്കെ ആയിരിക്കും ഇവർക്ക് അറിയേണ്ടത്. ഇവർക്ക് അറിയാനൊരു അജണ്ട ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആൻസർ കീ ആദ്യമേ റെഡിയാണ്, എന്നിട്ടാണ് ക്വസ്റ്റ്യൻ വെക്കുന്നത്. എന്തായാലും വലിയ അപകടമാണ്. എനിക്ക് തോന്നുന്നു 2010 ഈ സർവേ നടന്നത്. 2010 സർവേ നടന്നു. അതിൽ ഹൈക്കോടതി ഇപ്പം പറഞ്ഞിരിക്കുന്നത് കേന്ദ്രത്തിന്റെ അപ്രൂവൽ ഇല്ലാതെ ഒരാൾക്കും ഇത്തരം തരത്തിലുള്ള വളരെ നിഗൂഢമായിട്ടുള്ള സർവേകളൊന്നും നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് രൂക്ഷമായ വിമർശനമാണ് വന്നിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. 2010 കോടതിയിൽ വന്നിട്ടുണ്ടാവും. ഇത് കോടതികളിൽ നിന്ന് കോടതിയിലേക്ക് പോയി ഫൈനൽ വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഹൈക്കോടതിയിൽ എത്തിയത് ഇപ്പോഴായിരിക്കും. ഇതിന്റെ നടപടിക്രമങ്ങളാണല്ലോ. ഇതിൽ ഈ സർവേ നടത്തിയ 4 തൊഴിലാളികളെക്കെതിരെ കേസ് ഉണ്ടായിരുന്നു. ആ കേസ് സ്ക്വാഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് TNS ഇന്ത്യ പെറ്റീഷൻ ഫയൽ ചെയ്തത്. അതിലാണ് ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നത്. അതായത് ഈ സർവേ നടത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ അവ്യക്തമായ ഓർമ്മയുണ്ട്, ആ സർവേ നടക്കുന്ന സമയത്ത് നാട്ടുകാരിൽ ആരൊക്കെയോ ഇതിനെ ചോദ്യം ചെയ്യുകയും ഇതാരാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് കൃത്യമായ ഉത്തരം പറയാതിരിക്കുകയും, എന്തിനാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുക, അവർക്ക് ഉത്തരം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ നാട്ടുകാരെ ഏൽപ്പിച്ച്, പോലീസിൽ ഏൽപ്പിച്ച് 4-5 പേരുണ്ടായിരുന്നു. അവർക്കെതിരെയാണ് കേസുകൾ. ആ കേസ് ആരായിരിക്കും നടത്തുക? ഈ ബന്ധപ്പെട്ട കമ്പനി ആയിരിക്കും നടത്തുക. ആ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലെത്തിയതാണ് ക്വാഷ് ചെയ്യാൻ. അപ്പോൾ ഹൈക്കോടതിയുടെ വിധിയാണ്. ഇതിൽ അവസാനമായിട്ട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ഹിന്ദുത്വവാദികൾ അല്ലെങ്കിൽ ചില ഭാരതീയ സംസ്കാരത്തിലൊക്കെ ഒരുപാട് അഭിമാനം പേറുന്ന ആളുകൾ ഉന്നയിക്കുന്ന ഒരു സംശയവും ചോദ്യമുണ്ട്. ഇസ്ലാം കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈലിൽ വലിയ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് ഭക്ഷണത്തിലൂടെ, വസ്ത്രത്തിലൂടെ, പ്രത്യേകിച്ചും ഭക്ഷണത്തിലൂടെയൊക്കെ. ഇത് ഭാരതീയ സംസ്കാരത്തിനെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അത്തരം ഒരുപാട് സ്വഭാവങ്ങൾ ഇത് വരുന്നതിലൂടെ ഇല്ലാതായി പോകുന്നു. ഒരു വല്ലാത്ത ആശങ്കയും ഇത് പ്രത്യേകിച്ചും ഈ ഹിന്ദുത്വവാദികളും അല്ലെങ്കിൽ അത്തരം ആളുകളൊക്കെ ഇത് പറയുന്ന കാര്യമാണിത്. അല്ല, നമ്മുടെ സംസ്കാരത്തെ സ്വാധീനിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. പ്രത്യേകിച്ച് പുതിയ കാലത്ത് ലോകം ഒരു കരതലാമലകം പോലെ എങ്ങനെയാണല്ലോ, ഒരു ഗ്ലോബൽ വില്ലേജ് ആണല്ലോ.
അതുകൊണ്ട് ഈ കടന്നുകയറ്റങ്ങളൊക്കെ എല്ലാത്തിനെയും സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാത്തിനെയും ഇപ്പോൾ ഇസ്ലാം പ്രത്യേകിച്ച് ഈ ധാരാളമായിട്ട് സഞ്ചരിക്കുകയും ലോകരാജ്യങ്ങൾ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്വാധീനം ഇസ്ലാമിലേക്ക് വേഷമായും ഭക്ഷണമായും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. അതിൽ സ്വീകാര്യമായതൊക്കെ കേരളം പൊതുവേ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഭക്ഷണക്രമത്തിലൊക്കെ നമ്മളെ കുഴിമന്തി പോലുള്ള ഭക്ഷണങ്ങളൊക്കെ എല്ലാവരും സ്വീകരിക്കും. അത് സംസ്കാരത്തിൽ വലിയൊരു ഭീഷണിയാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കൊടുക്കൽ വാങ്ങലാണ്. മാത്രമല്ല സംസ്കാരം എന്ന് പറഞ്ഞാൽ ദേശത്തിനും കാലത്തിനും വിധേയമാണ്. ഇല്ല, ഇന്ന് നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന പല ആഹാരങ്ങളും മറ്റെവിടുന്നൊക്കെയോ വന്നതാണ്. നമ്മുടേതല്ലല്ലോ, ഒന്നുമല്ല. പുട്ട് ബുദ്ധ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്. എന്തിനേറെ നമ്മുടെ കൃഷി എവിടുന്നാ വന്നതൊക്കെ നിങ്ങൾ നമ്മുടെ തോട്ടത്തിലെ ഓരോ മരം എടുത്തു കൊടുക്കുക. എവിടുന്ന് വന്ന തെങ്ങ് എവിടുന്ന സിലോണിൻ്റെതാണ്, ശ്രീലങ്കയുടേതാണ്. റബ്ബർ ഇതുപോലെ വന്നതല്ലേ, ഓരോ രാജ്യത്തു നിന്നും വന്നതല്ലേ. ചായ, തേയില വേറെ. അതൊന്ന് നമ്മൾ സംസാരിക്കുന്ന ഭാഷ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്വിസ് മത്സരത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. നമ്മുടെ സ്ത്രീകളെ ഏറ്റവും പരിചയമുള്ളൊരു വാക്കാണ് സവാള. സവാള ഏത് ഭാഷയാണ് ആർക്കും അറിയണ്ട. അപ്പോൾ ആളുകൾ ഇങ്ങനെ സംശയിക്കണം, ഇംഗ്ലീഷാണോ മലയാളമാണോ ഹിന്ദിയാണോ. അല്ല, അന്വേഷിച്ച് പോയപ്പോൾ അത് പോർട്ടുഗൽ ഭാഷയാണ്, പോർച്ചുഗീസ് ഭാഷയാണ്. പോർച്ചുഗീസുകാർ ഭരിച്ച കാലത്ത് സംഭാവന നിന്ന് പോയ വാക്കാണ്. അപ്പോൾ നമ്മുടെ ഭാഷയിൽ, നമ്മുടെ വേഷത്തിൽ, നമ്മുടെ ഭക്ഷണത്തിൽ ലോകം മുഴുക്കെ നമ്മൾ ഒന്ന് പുതിയത് കാണുമ്പോൾ അത് ഇപ്പോൾ ഏതിലൊക്കെ വന്ന് നോക്കൂ. സംഗീതത്തിൽ വന്നില്ലേ, റാപ്പും റോക്കും ഒക്കെ നമ്മൾ പരിചയപ്പെടാൻ തുടങ്ങി ഇത്ര കാലമായി. പിന്നെ നമ്മൾ റിയാലിറ്റി ഷോസ് വന്നപ്പോഴല്ലേ സംഗീതങ്ങളൊക്കെ പരസ്പരം വിനിമയം ചെയ്യാൻ തുടങ്ങിയത്. സംസ്കാരം കൊടുക്കാനും വാങ്ങാനുള്ളത്, അതിനെക്കുറിച്ച് ബേജാറൊന്നുമുണ്ട്. അപ്പോഴും മഹത്വമുള്ളതിന്, തിളക്കമുള്ളത് തിളങ്ങി തന്നെ നിൽക്കും. നമ്മൾ ചെയ്യേണ്ടത് ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും ചരക്കുകൾ, സംസ്കാരത്തിൻ്റെ ചരക്കുകൾ വന്ന് നമ്മുടെ നാട്ടിൽ ഇറങ്ങുമ്പോഴും നമുക്ക് കയറ്റി അയക്കാൻ അമൂല്യമായത് നമ്മുടെ കയ്യിലുണ്ടോ, അത് തിരിച്ചും പോകും. ആയുർവേദ ലോകം മുഴുവൻ സ്വീകരിക്കപ്പെടുകയാണ്. യോഗ ലോകം മുഴുവൻ സ്വീകരിക്കപ്പെടുകയാണ്. എന്താ ഇന്ത്യക്ക് കുറവുന്നേ? യൂറോപ്യൻ കൺട്രീസ്, ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതം ലോകം മുഴുവൻ സ്വീകരിക്കപ്പെടുകയാണ്. ഇന്ത്യൻ നൃത്തരൂപങ്ങൾ ലോകം മുഴുവൻ സ്വീകരിക്കപ്പെടുകയാണ്. നല്ലത് നമ്മുടെ കയ്യിലുണ്ടാവണം. ഉണ്ടോ? നമ്മുടെ ചരിത്രത്തിൽ അത് എമ്പാടും ഉണ്ടെങ്കിൽ അത് വ്യാപകമായി സ്വീകരിക്കപ്പെടും. സംസ്കാരങ്ങൾ ഇങ്ങനെ വന്നു ചേരുന്നതിനെ കുറിച്ച് ഒരു കാലത്ത് ഇന്ത്യ ഉത്കണ്ഠപ്പെട്ടിട്ടില്ല. ഇന്ത്യ വന്നതിനെ മുഴുവൻ അണച്ചു പിടിച്ചിട്ടേ ഉള്ളൂ. സംസ്കാരത്തിന്റെ ഒരു സമന്വയമാണ് ഇന്ത്യ. തീർച്ചയായിട്ടും സാംസ്കാരിക സമന്വയത്തിന്റെ നാടാണ് ഇന്ത്യ. അതിനെക്കുറിച്ച് നമുക്ക് ബേജാറ് വേണ്ട. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ സംസ്കാരത്തിന്റെ പേരിൽ കുഴപ്പമുണ്ടാക്കാൻ വരുന്ന ശക്തികളുണ്ടോ? അത് സൂക്ഷിച്ചിരിക്കണം എന്നാണ് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണന്റെ വിധി. സൂക്ഷിച്ചിരിക്കണം. നിങ്ങൾ ആരോടാണ്? ഇന്ത്യ ഗവൺമെന്റിനോട് ചോദിക്കാതെ ഇവിടുത്തെ ഈ സമുദായങ്ങളുടെ സർവേ നടത്താൻ നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ഇന്ത്യ ഗവൺമെന്റിനോട് ചോദിച്ചിട്ടില്ല. ഒരു വിദേശ രാജ്യം വരുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിനോട് ചോദിക്കണ്ടേ? കേരള ഗവൺമെന്റിനോട് ചോദിച്ചോ? അതും ഇത് നടത്തിയിരിക്കുന്ന ഒരു US കമ്പനിയാണെന്നുള്ളത് നമ്മൾ അടിവരയിടേണ്ടത്. അമേരിക്കയുടെ താല്പര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ, പണ്ട് സർക്കാരുകളെ നേരിട്ട് വന്ന് സ്വാധീനിച്ചിരുന്ന രാഷ്ട്രീയ അധിനിവേശമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ അടുക്കളയിലേക്കും നമ്മുടെ വഴിയോരങ്ങളിലേക്കും നമ്മുടെ അമ്പലമുറ്റത്തും നമ്മുടെ പള്ളിക്കടവിലും ഒക്കെ നമ്മുടെ ഇടവഴികളിലും നടവഴികളിലും ഒക്കെ അവരുടെ പ്രതിപുരുഷന്മാർ, അവരുടെ കമ്പനികൾ വന്ന് സർവേ നടത്തുന്നു എന്നത് ഗൗരവമുള്ള കാര്യമാണ് എന്നാണ് ഈ വിധിയുടെ അർത്ഥം. ഈ വേദത്തിലെ തന്നെ ഒരു ആഹ്വാനമുണ്ട്. എന്താ? ലെറ്റ് നോബിൾ തോട്ട്സ് കം ടു us ഫ്രം ഓൾ ദി ഡയറക്ഷൻസ്. നല്ല ചിന്തകൾ എല്ലാ ദിക്കുകളിൽ നിന്നും എന്നാണ് പറയുന്നത്. എന്നാൽ ദുഷ്ടചിന്തകൾ എവിടെ നിന്നൊക്കെ വരുന്നു എന്ന് നമ്മൾ ജാഗ്രതയോടെ കാവലിരിക്കുകയും വേണം. നല്ലതിനെ സ്വീകരിക്കുക, മോശത്തിനെ പിന്തള്ളുക. ഉത്തിഷ്ഠത, ജാഗ്രത. തീർച്ചയായിട്ടും.